ജയസൂര്യ, ഈ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. തങ്ങളുടെ അടുത്ത 5 വർഷത്തെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനും പുതിയ ഗവൺമെൻറ്റിനെ രൂപീകരിക്കാനൊക്കെ ആയിട്ട്. അതെ. അപ്പോൾ നാച്ചുറലി ഏതെങ്കിലും ഒരു മുന്നണി വിജയിക്കണം. ഏതെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ചില സ്ഥാനാർത്ഥികൾ ജയിച്ച് നിയമസഭയിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് സംസാരിക്കണ്ടേ സുനിൽ വടയാറുമായിട്ട്. ഇതിൽ ചില സ്ഥാനാർത്ഥികൾ തോൽക്കണം, നിശ്ചയമായും തോൽക്കണം എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് കേരളത്തിൽ. അവർ തോക്കണം, കാരണം അവർ നിയമസഭ കാണാൻ യോഗ്യരല്ല. അവർ കേരള സമൂഹത്തിന്, കേരള സംസ്ഥാനത്തിന് ഒരു ഭീഷണിയാണ് എന്നുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ആഗ്രഹം കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിലുള്ളത്. ഞങ്ങളതിൽ തന്നെ ഫിൽട്ടർ ചെയ്താണ്ട് 10 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന്, തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമള. 2, വേങ്ങരയിൽ മത്സരിക്കുന്ന ഷാജി. അതുപോലെ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്ന ബിന്ദു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു എന്നൊക്കെയാണ് അവരുടെ പേരെന്ന് പറയുന്നത്. പിന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ദുരന്തം മാറിയ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി. ദെൻ ഓഫ് കോഴ്സ് എറണാകുളം ജില്ലയിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിന്നെ ഏറ്റുമാനൂരിൽ മത്സരിക്കുന്ന വാസവൻ, ദേവസ്വം മന്ത്രിയാണെന്നാണ് വൈപ്പ്. അതുപോലെ കഴക്കൂട്ടത്തിലുണ്ടായിരുന്നു മത്സരിക്കുന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരം നമുക്ക് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഇൻ്റർവ്യൂ നമുക്ക് പറയാം. പിന്നെ മംഗളയിലും വേങ്ങരയിലും മത്സരിക്കുന്ന 2 SDPIക്കാർ, മുഹമ്മദ് കുന്നത്തും സഹാബ് കുണ്ടുപുഴയ്ക്കലും. പിന്നെ എന്താ പറയണേ, തുഗ്ലക്കിനെ കൂടി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു മന്ത്രി കേരളത്തിലുണ്ട്, ശിവൻകുട്ടി. ഇവര് തോൽക്കണം എന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ പറഞ്ഞ ലിസ്റ്റ് പരിപൂർണമായിട്ടും ശരിയാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് നിലവാരത്തിലുള്ള ആരോട് ചോദിച്ചാലും ഒരുപോലെ മറുപടി പറയുന്നത് ഇവർ തോൽക്കണം എന്ന് തന്നെയാണ്. അത്രമാത്രം ഡാമേജ് പൊളിറ്റിക്സിനും പൊതുസമൂഹത്തിനും ഉണ്ടാക്കിയവരാണ്. പിന്നെ സ്വയം അതവർക്ക് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും ഇവരൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് അപമാനമാണ്, ജനാധിപത്യത്തിന്, രാഷ്ട്രീയത്തിന് പോലും അപമാനം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു അപകടമാണെന്ന് കൂടി പറയാം. എക്സാക്ട്ലി, അപകടമാണ്, വളരെ വലിയ അപകടമാണ്. കാരണം ഇവരുടെയൊക്കെ നിലപാട് ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഓർത്തത് വീണ ജോർജിൻ്റെ കാര്യം. അതായത് അവർ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ അത് ഹിന്ദു വർഗീയമാണ്, ഇത് എഴുതി വെച്ചിട്ട് ഒരു ചില്ലിക്കാശ് ഞങ്ങൾക്ക് വേണ്ട. 2.5 കൊല്ലം കൊണ്ട് 6000 കോടി രൂപ ലാപ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എയ്ഡാണ്. എന്നിട്ട് ശമ്പളം കൊടുക്കാൻ കാശില്ല, ഡോക്ടർക്ക്, നേഴ്സിന്, തൂപ്പുകാരന് ശമ്പളം കൊടുക്കാനില്ലാതായപ്പോൾ ഞങ്ങൾ എഴുതിക്കോളാമെന്നും പറഞ്ഞ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ആശുപത്രിയിലും ഇപ്പോൾ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എഴുതി വെച്ചു. പക്ഷേ പോയ 6000 കോടി പോയി. എന്തൊരു വിവരക്കേടാ. മുഖ്യമന്ത്രി പിന്താങ്ങുകയും ചെയ്തു അത് വർഗീയമാണ് എന്ന്. ഒരു ആരോഗ്യമന്ത്രി പിന്നെ അവർക്കൊരു നല്ല റെക്കോർഡുണ്ട്, അത് തള്ളിക്കളയാൻ പറ്റില്ല. കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കാലത്ത് വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയ കത്രിക വീണ്ടെടുത്ത ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവാർഡ് UN നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടു നടക്കുമായിരിക്കും. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അയ്യോ, കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് ചുണ്ടിലൊരു പ്രാർത്ഥനയായിട്ടാണ്, ജീവനോടുകൂടി തിരിച്ചു വരണേ, അതല്ലെങ്കിൽ കൂടുതൽ വേഴ്സ്റ്റ് ആവാതിരിക്കട്ടെ ഞങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അതിന് പ്രധാന ഉത്തരവാദിത്വം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. തീർച്ചയായിട്ടും. അതേപോലെ ശ്യാമള ഒരു സ്ഥാനാർത്ഥിയാവുന്നത് CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗോവിന്ദൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അപ്പൊ ഗോവിന്ദന് പകരം ഗോവിന്ദന്റെ ഭാര്യ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ശ്യാമളനെ കൊണ്ടുവന്നത്. ഈ ശ്യാമള ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് അവിടെ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തത്. അവരുടെ കടുംപിടുത്തം കാരണമാണ്. അവർക്ക് അവർ ആവശ്യപ്പെട്ട തുക കൈക്കൂലിയായിട്ട് കിട്ടാത്തത് കാരണം ആ മനുഷ്യനെ ദ്രോഹിക്കുകയും അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ഒരു കൺവെൻഷൻ സെൻറ്റർ
അനാഥമായ ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ സാമ്പത്തികമായി തകർന്നു പോയി. അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട്? ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ പലരും ആത്മഹത്യ ചെയ്യാൻ കാരണമായ ഈ സ്ത്രീ നിയമസഭാ മണ്ഡലത്തിലേക്ക് നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും ഈ നാട്ടിൽ? ആത്മഹത്യകളുടെ എണ്ണം കൂടും. അതുതന്നെ നടക്കാൻ പോകുന്നത്. കാരണം യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാതെ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രം പാർട്ടി ജയിപ്പിച്ചോളും, അല്ലെങ്കിൽ അടിമകൾ വോട്ട് കുത്തിക്കോളും എന്നൊരു ധാർഷ്ട്യമല്ലാതെ എന്ത് പിൻബലമായതിനുള്ളത്? അവർക്കതിന് ചില കാര്യങ്ങളുണ്ട്. വർഗ ബഹുജന സംഘടനകൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന അടിമക്കൂട്ടങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഹരിത കർമ്മസേന ഈ പറഞ്ഞ അടിമവംശമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയുന്ന പാവങ്ങൾ, ഇങ്ങനെ കുറേ ആൾക്കാരെ ഈ ട്രേഡ് യൂണിയൻ ഭീകരത കൊണ്ട് പിടിച്ചു കെട്ടി ഭയപ്പെടുത്തി അടിമകളെപ്പോലെ വോട്ട് ചെയ്യിക്കുകയും ചെയ്യാം. എന്നിട്ട് അവരെ ഉപയോഗിച്ച് ഇപ്പോൾ വോട്ട് പിടിക്കുക. അപ്പോൾ അവർ ജയിപ്പിച്ചോളും. ഞങ്ങൾക്ക് 26,000 ഭൂരിപക്ഷം, ഇത്ര ഭൂരിപക്ഷം, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും. ഈ ധാർഷ്ട്യം അനുവദിച്ചു കൊടുത്താൽ അത് അതിഭീകരതയിലേക്ക് വഴുതിപ്പോകും. തീർച്ചയായിട്ടും തോക്കേണ്ടതാണ്. അതേപോലെ KM ഷാജി ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താണ്, അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട 10 വർഷം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. പിന്നെ ഒരു കാര്യം, മതമാണ് എല്ലാം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് ഒരു ഹൈന്ദവൻ പറഞ്ഞാൽ അത് കുറ്റമായി, വർഗീയതയായി. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ പറഞ്ഞത് എന്താണ്? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA വേണ്ടതാണ്. കാരണം എല്ലാ ഹൈന്ദവനും ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ ലോർഡ് കൃഷ്ണൻ്റെ രൂപമാണ് മനസ്സിൽ വരുന്നത്. അവിടെ അവർ പ്രതിനിധീകരിക്കാൻ ഇന്ന് അവരൊരു ഹൈന്ദവൻ ഇല്ല എന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണോ? അത് വർഗീയതയാവുമോ? അത് അല്ല, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ഫ്ലെക്സ് ബോർഡ് അവിടെ കാണിച്ചു. ഞാനത് കണ്ടപ്പോൾ ഇത് സത്യമാണല്ലോ എന്ന്. അതായത് ഗുരുവായൂർ മണ്ഡലം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിം അല്ലാത്ത ഒരു MLA അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ഗുരുവായൂർ അറിയുന്ന ആളാണ്. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിമിന് ഭൂരിപക്ഷമില്ല, ഹിന്ദു ഭൂരിപക്ഷമാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദുവിന് ഇന്ന് വരെ MLA ആകാൻ പറ്റിയിട്ടില്ല. ആയാൽ എന്താ വലിയ പ്രശ്നം ഉണ്ടാകുമോ? ആ ചോദ്യം പ്രസക്തമല്ലേ? അതിനകത്ത് വർഗീയത എന്താ ഉള്ളത്? ഏതായാലും KM ഷാജി പറഞ്ഞ പോലെ ഇല്ലല്ലോ. KM ഷാജിയുടെ രണ്ടാമത്തെ പ്രസംഗം ആദ്യത്തെ പ്രസംഗത്തെക്കാൾ രൂക്ഷമാണ്. രണ്ടാമത്തെ പ്രസംഗം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ശ്രദ്ധിക്കൂ, ഞങ്ങൾ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വേറെ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്ന് തന്നെയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പച്ചക്കൊടി മുസ്ലിമിൻ്റെ കൊടി തന്നെയാണ്. ഇത് മുസ്ലിമിന് വേണ്ടി തന്നെയുള്ളതാണ്. രണ്ടാമത്തെ പ്രസംഗമാണിത്. ഈ പ്രസംഗം അധികം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ മതമാണ് അതെല്ലാം എന്ന് പറയുകയും അത് മുസ്ലിം മതമാണെന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്യുമ്പോൾ സ്വർഗീയമാണ്, മതേതരമാണ്. ഗോപാലകൃഷ്ണൻ ഈ ഒരൊറ്റ ഫാക്റ്റ് ചൂണ്ടിക്കാണിച്ച് വിത്ത് എവിഡൻസ്, അത് വർഗീയതയാണ്. കേരളം ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. ഇനിയുള്ളത് ബിന്ദുവാണ്. പ്രൊഫസർ ബിന്ദു, വെറും ബിന്ദു എന്ന് പറയാൻ പാടില്ലല്ലോ. പ്രൊഫസർ ബിന്ദു എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അവർ ഇരിങ്ങാലക്കുടയിലാണ് മത്സരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ? അവർ പറയണേ കേരളം ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. എഡ്യൂക്കേഷണൽ ഹബ്ബാവുന്നത് ഡിഗ്രി പാസ്സാവാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതുക, പിന്നെ എന്താ പറയണ, ഇത് ഈ PhD ചെയ്യുന്നത്, PG ഇല്ലാതെ PhD കിട്ടുക, ഇതൊക്കെ അങ്ങ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അതുകൊണ്ട് എന്തുണ്ടായി? കഴിഞ്ഞ ഒരൊറ്റ വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം 2.5 ലക്ഷം. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ 60% സീറ്റുകൾ, പലയിടത്തും അതിൽ കൂടുതൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അഡ്മിഷൻ പോലും വേണ്ട. 28 എഞ്ചിനീയറിംഗ് കോളേജുകൾ വിറ്റ് കഴിഞ്ഞു, കെട്ടിടം വേറെ കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞു. 6 മെഡിക്കൽ കോളേജുകൾ, MBBSന് പഠിക്കുന്ന 6 മെഡിക്കൽ കോളേജ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം എവിടെ നിൽക്കുന്നു? IIT IIM പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പോകുമ്പോൾ അതൊരു കഴിവായിട്ട്, മെറിറ്റായിട്ട് പറയണം. ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദേശ വിദ്യാഭ്യാസത്തിന് യോഗ്യരാക്കിയത് ഞങ്ങളാണ്. ആ യോഗ്യത എന്താണ്? ആ യോഗ്യത എന്ന് പറയുന്നത് സ്വന്തം അഡ്രസ്സ് എഴുതാൻ അറിയാൻ വയ്യാത്ത യോഗ്യത. അപ്പോൾ ആ മന്ത്രിയെ വീണ്ടും തിരഞ്ഞെടുത്താലുള്ള അവസ്ഥ എന്താ? മറ്റൊന്ന്
ആറന്മുളയിൽ മത്സരിക്കുന്ന വീണ ജോർജ്, അവർ ആരോഗ്യ വകുപ്പിനെ ഒരു കോമഡി തിയേറ്റർ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതെ അതെ അതെ. ഈ ആരോഗ്യമന്ത്രിയുടെ പ്രത്യേകത അറിയില്ലേ? ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്ത മന്ത്രി രാത്രി ആരും അറിയാതെ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സ്ഥലം വിട്ടു അവിടുന്ന്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന്. ഇതാണോ കേരളത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ? എന്ന് നോക്കിയാലും കാണാം പേപ്പറിൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡോക്ടർമാരില്ല ആശുപത്രികളിൽ, നഴ്സുമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോവാണ്. പിന്നെ അവസാന നിമിഷം അവർ ചർച്ച നടത്തി സമരം പിൻവലിപ്പിക്കും. 3 മാസം കഴിയുമ്പോൾ പിന്നെയും സമരം പ്രഖ്യാപിക്കും. ദിസ് ഇസ് ഗോയിങ് ഓൺ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മന്ത്രിയെയാണ് കേരള ജനത ചുമന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ളത് ആ ഒരു പേര് കേൾക്കുമ്പോഴേ പേടിയാവുന്നു. VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ജമാഅത്തെ ഇസ്ലാമിക്ക് സെക്യുലർ പട്ടം ചാർത്തി കൊടുത്ത ആൾ. അവർ പറഞ്ഞു ഞങ്ങൾ സെക്യുലർ അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സതീശൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ സെക്യുലർ തന്നെയാണ് എന്ന് പറയുന്നു. അത് മാത്രമല്ല, അയാൾ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അത്രേ, ഹിന്ദുക്കളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും, ഇത് ഞങ്ങളൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കിയ ഇവിടെ എന്താ നഷ്ടം എന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ എന്തിനു നമ്മൾ ചുമക്കണം? അയാൾ നിയമസഭയിൽ എത്താൻ പാടുണ്ടോ? അയാൾ VD സതീശൻ നിയമസഭയിലെത്തിയാൽ നിയമസഭയിലെത്തുന്നത് ജിഹാദികളാണ്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം ജിഹാദിസത്തിന് ഇത്രയും പിന്തുണ കൊടുത്തത്, സാധാരണ നമ്മൾ പറയാറുണ്ട് CPM-ഉമായിട്ടാണ് ഇവർക്ക് കൂട്ടുകെട്ടം, പക്ഷെ അല്ലാന്ന് വ്യക്തമാക്കിയത് VD സതീശനല്ലേ. ഈ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇത് പരസ്യമായി പ്രഖ്യാപിച്ച സംഘടനകളെയും നേതാക്കളെയും ഞങ്ങളുടെ സഖ്യകക്ഷികളാക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹമല്ലേ ജിഹാദി? അതായത് വ്യക്തമായിട്ടും ജിഹാദിത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നാൽ എന്താവും കേരളത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ട് എങ്ങേറ്റം ഒഴിവാക്കേണ്ട വ്യക്തി തന്നെയാണ് VD സതീശൻ. വാസവൻ നടത്തിയ കൊള്ളയല്ലേ ഇപ്പം വലിയ ചർച്ച ആയിട്ടിരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. EMS ഈ കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വകയായിട്ട് 5,60,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 25,000 ഏക്കർ പോലും ഇല്ല. ഇതെവിടെ പോയി? ഇടതും വലതും കൂടെ ഭരിച്ച കാലത്താണ്. നോക്കിയാൽ വ്യക്തമായിട്ടറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത്. വാസവൻ്റെ കാലത്ത് വന്നപ്പോൾ വിൽക്കാൻ ഭൂമി ഇല്ലാത്തത് കൊണ്ട് ഉള്ള സ്വർണ്ണമെല്ലാം കൂടെ വിറ്റു. എന്നിട്ടത് ചെമ്പാണെന്ന് എഴുതി കാണിച്ചു. എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിച്ചത്! അതെല്ലാം കൃത്യമായ എവിഡൻസ് ഇവിടെ ഉണ്ട് താനും. എന്നിട്ട് ആ ക്ഷേത്രക്കൊള്ളക്കാരനെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അപമാനകരവും അപകടകരവുമാണ്. അതുകൊണ്ട് വാസവൻ തോൽക്കുക എന്ന് പറയുന്നത് വിശ്വാസി സമൂഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് വാസവൻ്റെ തോൽവി. ഭൂമിയും സ്വർണവും പോയി കഴിഞ്ഞു ക്ഷേത്രങ്ങളിൽ. ഇനിയുള്ളത് വിഗ്രഹം മാത്രമേ ഉള്ളൂ. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ വാസവൻ അത് മാനേജ് ചെയ്തോളൂ. മാത്രമല്ല ആ വിഗ്രഹം പോലും ഒറിജിനലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ വാസവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 10ാം ക്ലാസ് ITI മാത്രമേ പാസ്സായിട്ടുള്ളൂ. എന്ന് അദ്ദേഹം ഒരു കോടീശ്വരനാണ്. എങ്ങനെ സാധിക്കണു ഇത്? ഷാപ്പിൽ കറി വിറ്റാൽ മതി. കള്ള് ഷാപ്പിൽ കറി വിൽപ്പനയായിരുന്നല്ലോ ഇയാളുടെ തൊഴിൽ. അപ്പോൾ അങ്ങനെ കള്ള് ഷാപ്പിൽ കറി വിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാകുകയൊക്കെ ചെയ്യും. കാരണം അത് അബ്കാരി മേഖലയാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല. പിന്നീടുള്ളൊരു വ്യക്തി, ആ വ്യക്തിനെ വനിതകളുള്ള കുടുംബത്തെ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് നമ്മുടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ എയർപോർട്ട് വഴി സ്വർണം അനധികൃതമായി കടത്തിയ കേസിൽ ഒരു പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ യുവതിയാണ്. അവരാണ് പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്, അയാളെ വനിതകളുള്ള വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളില്ല, അത്രമാത്രം നല്ല സ്വഭാവമാണ് അയാളുടെ. അത് മാത്രമല്ല, ഈ ദുബായിയുടെ UAE കോൺസുൽ ജനറലിലേക്ക് അയാൾ രാത്രി കണ്ടായിട്ട് ചെന്നിരിക്കണം എന്തോ ആവശ്യത്തിന്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അവിടെ എന്തിനാണ് നിങ്ങൾ ആ സമയത്ത് പോയെന്ന് ചോദിച്ചു. പറയും അവിടുത്തെ ട്രാഫിക് സിസ്റ്റം എല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടി പോയതാണ്. ഈ മനുഷ്യനെ എങ്ങനെ സഹിക്കണം കേരളത്തിലെ ജനങ്ങൾ? കേരളത്തിലെ മന്ത്രിമാരുടെ യോഗ്യതകൾ പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്.
ഇത് പറയുന്ന ആരാന്ന് കൂടെ നോക്കണം. അനുഭവസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയല്ല ഇത് പറയുന്നത്, അതെ അതെ. അല്ലാതെ വെറുതെ ഗോസിപ്പല്ലല്ലോ. അല്ല അല്ല. അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാക്ഷ്യം ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. ആ സ്ത്രീ തന്നെ സ്വന്തം അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ കേരളം ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയം തന്നെയാണ്. അവരെ സംബന്ധിച്ച് അത് പറയാനല്ലേ പറ്റുള്ളൂ. പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? പോലീസ് ഇവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതല്ലേ അവസ്ഥ. പിന്നെ ഉള്ളത് 2 SDPIക്കാരാണ്. മുഹമ്മദ് കുന്നത്ത് മങ്കടയിലും സഹബാഹ് കുണ്ടുപുഴയ്ക്കൽ വേങ്ങരയിലും. ഇവർ 2 ഇസ്ലാമിക് തീവ്രവാദികളാണ്. ഷാഫി പറമ്പിലിനെ പോലെ ഇസ്ലാമിക് തീവ്രവാദികളാണ് ഇവർ. ഇവർ നിയമസഭയിൽ വരുന്നത് അപകടം തന്നെയാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയും അവരുടെ പ്രത്യയശാസ്ത്രവും നേരിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജയിക്കണമെന്നില്ല. അതിനാണ് CPM മുഖം മൂടി ഇട്ടുകൊണ്ട് ഇവരെ അവതരിപ്പിക്കുക. അടവ് നയം എന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതായത് യഥാർത്ഥത്തിൽ അവർ ഏത് പാർട്ടി, ഏത് പ്രസ്ഥാനം, അവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം ഏത്, ഇതൊക്കെ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ CPMൻ്റെ മുഖം മൂടിയായിട്ട് കൊണ്ടുവന്നിട്ട് സ്വതന്ത്രരെന്നോ അല്ലെങ്കിൽ CPMകാരെന്നോ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ഈസിയായിട്ട് അവർ പാസ്സായി പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോജൻ കുതിര പോലെ അവർ CPMനെ ഉപയോഗിക്കുക. CPMനകത്ത് കയറി ഇരുന്നു കൊണ്ട് ജിഹാദി ലക്ഷ്യങ്ങൾ അവർ നേടിയെടുക്കുകയാണ്. അപ്പം പലരും പറയാവുന്നൊരു കാര്യമുണ്ട്, ഞാനും പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്. കേരളത്തിൽ ബോംബ് പൊട്ടുന്നില്ലല്ലോ, കേരളത്തിൽ ഭീകരവാദമില്ലല്ലോ, കേരളത്തിൽ വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. സത്യത്തിൽ അതല്ല. ഈ ബോംബ് പൊട്ടിക്കുന്നതും വെടിവെച്ച് കൊല്ലുന്നത് എന്തിനാ? ഏതെങ്കിലും കാര്യം കാണാൻ വേണ്ടിയാണ്. ഇവിടെ ബോംബും പൊട്ടിക്കണ്ട, വെടിയും വെക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി, അതിനു മുമ്പ് ചെയ്തു കൊടുക്കും. പിന്നെ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? അത്രമാത്രം ഭീകരവാദികൾ പിടിമുറുക്കി ഭരണം നടത്തുന്ന സ്ഥലമാണ് കേരളം. LDFും UDF എന്ന് പറയുന്നത് ഇവരുടെ 2 വണ്ടിക്കാളകളാണ്, ഇവരെ വലിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഇതല്ലേ സത്യം? ഈ ഹമാസ് ഭീകരവാദികളെ യൂളോജൈസ് ചെയ്തുകൊണ്ട് വളരെ ചരിത്ര പുരുഷന്മാരായി, അവതാര പുരുഷന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമേ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തിയിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് CPMും കോൺഗ്രസുമാണ്. തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞ ഭീകരവാദികളുടെ രാജ്യത്ത് ഞാൻ അന്വേഷിച്ച് നോക്കി. ഈ ഭീകരവാദികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലൊന്നും ഇവരെ ഇതുപോലെ ആഘോഷിക്കുന്നില്ല. കാരണം ആഘോഷിച്ചാൽ ആഘോഷിക്കുന്നവരെ വെടിവെക്കാനും തട്ടിക്കളയാനും അവിടെ ആൾക്കാരുണ്ട്. കേരളത്തിലില്ല. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് ഇവരെ ആഘോഷിക്കുകയല്ലേ. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ കേരളത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ അച്ചാരമെടുത്തവരാണ് LDFും UDFും. വളരെ പ്രകടമാണ് ഈ കാര്യം. അല്ലെങ്കിൽ പുതിയ തലമുറ വോട്ട് ചെയ്യാൻ പോകുന്നവർ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ തീവ്രവാദികൾ അവർ ജനിച്ച സ്ഥലത്തോ അവർ മരിച്ച സ്ഥലത്തോ ഇവരെ ആഘോഷിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. അവിടെയൊക്കെ അവർ ക്രിമിനൽസാണ്. പക്ഷെ കേരളത്തിൽ ഇവർ ദൈവങ്ങളാണ്. ഒരൊറ്റ മനുഷ്യന് അതിനെതിരെ ശബ്ദം ഉയർത്താൻ ഇവിടെ ഉണ്ടല്ലോ കുറേ സാംസ്കാരിക ബുദ്ധിജീവികൾ, കവികൾ, സാഹിത്യ സാംസ്കാരിക നായകന്മാർ. മിണ്ടുന്നില്ലല്ലോ. ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തുന്ന പോലെ ഏതെങ്കിലും ഒരു മുഖ്യധാര ചർച്ച അവരൊരിക്കലും മുസ്ലിങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദികളെ അല്ലെ ഭീകരവാദികളെ മോശമായിട്ട് അവർ ഒരിക്കലും പറയില്ല. അവർ മുഴുവൻ അവരുടെ ഒരു വലിയ നേതാവില്ലേ എഴുത്തുകാരി അരുന്ധതി റോയ്, എന്താ ഗാന്ധി, എൻ്റെ മാവോയിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ AK-47 ഏന്തിയ ഗാന്ധിയന്മാരാണ് അവർ എന്നാണ് പറഞ്ഞത്. അതേപോലെ വേറൊരാളുണ്ട് അനശ്വരനായ ശിവൻകുട്ടി, ദ ഗ്രേറ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, നേമത്ത് മത്സരിക്കുന്നു. അദ്ദേഹം എതിർക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ്, BJPയുടെ പ്രസിഡന്റ്. അതായത് പണ്ട് പറയും ഒരു പറ വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ആള് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ഒരാളെ എതിർക്കുന്നതിന് തുല്യം എന്ന് പറയും. അതേപോലെയാണ് ഇവിടെ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരം. ശിവൻകുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങ് കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രി എന്ന നിലയിലും അതിന് മുമ്പ് സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി കമ്പ്യൂട്ടറൊക്കെ വലിച്ചോർച്ച് കളഞ്ഞ ഒരു സാമാജികൻ എന്നുള്ള രീതിയിലും എങ്ങനെ വിലയിരുത്തും? 2 നിലയിലും വിലയിരുത്താൻ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നിലവാരം പോകും. ശിവൻകുട്ടിയെ വിലയിരുത്താനാണ് നമ്മൾ ടൈം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ പുച്ഛിക്കും. പക്ഷേ നമ്മളിത് പറയേണ്ടി വരുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ തീവ്രവാദികളുടെ വോട്ട് ബാങ്ക് വിലക്ക് മേടിച്ച് ഈ പാർട്ടി അടിമകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വോട്ടിനെങ്കിലും ഇയാൾ ജയിച്ചു പോയാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളുടെ അവസ്ഥ എന്താ? അദ്ദേഹം പെരുമാറിയ മേഖലകളുടെ അവസ്ഥ എന്താ? ഏതെങ്കിലും ഒരു രംഗത്ത് അധികാരം കിട്ടിയ സ്ഥാനത്ത് ഇദ്ദേഹം പണ്ട് മേയറും കൂടി ആയിരുന്നു തോന്നുന്നല്ലേ? അതെ, തിരുവനന്തപുരം മേയറായിരുന്നു.
എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ശരി ചെയ്യാൻ, ഞാൻ ചെയ്തതാണെന്ന് എടുത്ത് അന്തസ്സോടെ പറയാൻ ഒന്നും ജീവിതത്തിൽ നേടിയിട്ടില്ലാത്ത വ്യക്തി, എന്നാൽ ബ്ലാക്ക് മാർക്കുകൾ മാത്രമുള്ള വ്യക്തി, അയാളെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിഭീകരമെന്നേ പറയാൻ പറ്റൂ. ഇത് ഒരു സെലക്ട് ലിസ്റ്റ് മാത്രമാണ് കേട്ടോ. ഇത് കൂടാണ്ട് വേറെ തോൽക്കേണ്ടവരായ പലരും ഉണ്ട്. എല്ലാവരെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ 10 പേരായിട്ട് ചുരുക്കി. ഏതായാലും വളരെ രസകരമായ കുറേ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി ജയസൂര്യൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.